നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്ന അഫ്ഫാനെ കണ്ട പിതാവ് അബ്ദുൾ റഹ്മാൻ നെഞ്ചത്ത് കൈവച്ച കരഞ്ഞു. സത്യത്തിൽ ആ റഹീമിന്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കുക. ഇളയ മകനും പോയി, മൂത്ത മകന്റെ അവസ്ഥ ഇത്. 7 വർഷം മുൻപ് റഹീം നാട്ടിൽ വന്നപ്പോൾ സന്തോഷമായി കഴിഞ്ഞിരുന്ന ആ മാളിക വീട്ടിൽ ഈ കൊലപാതകിയായി ഇറങ്ങി വന്ന അഫ്ഫാനെ കണ്ട നിലവിളിക്കുകയായിരുന്നു റഹീം. അഫ്ഫാനെ കൊണ്ടുപോവുകയായിരുന്ന പോലീസ് വാഹനം സിഗ്നലിൽപ്പെട്ട് കിടക്കുമ്പോഴാണ് റഹീം മകനെ കണ്ടത്. വാഹനം മുന്നോട്ടെടുക്കും വരെ അവിടെ ഒരു കടയുടെ പുറത്തുനിന്ന് റഹീം ജീപ്പിലിരിക്കുന്ന മകനെ നോക്കുന്നുണ്ടായിരുന്നു. സുഹൃത്തും കൂടെയുണ്ടായിരുന്നു. അഫ്ഫാനെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നതിനിടയിൽ ജീപ്പ് സിഗ്നലിൽ കുടുങ്ങി. ഈ സമയത്ത് പിതാവ് റഹീമും സുഹൃത്തും ജീപ്പ് നിൽക്കുന്നതിന്റെ എതിർവശത്തെ ആണ്ടവ സ്റ്റോഴ്സ് പാത്രക്കടയുടെ മുന്നിലെത്തി മകനെ കണ്ടതും അവിടെ തന്നെ നിന്നു. സിഗ്നലിൽ നിന്ന് ജീപ്പ് അനങ്ങും വരെ മകനെ നോക്കി നിന്നു. വാഹനം മുന്നോട്ടെടുത്ത ശേഷമാണ് റഹീമും സുഹൃത്തും അവിടെ നിന്ന് കടന്നുപോയത്. രംഗം കണ്ടുനിന്നവരെയെല്ലാം വലിയ നൊമ്പരപ്പുണ്ടാക്കുകയായിരുന്നു ആ കാഴ്ച. സത്യത്തിൽ റഹീമിനെ കണ്ട് ഈ അഫ്ഫാനും തല താഴ്ത്തുന്നത് എല്ലാവരും കണ്ടു. അഫ്ഫാനെ സത്യത്തിൽ റഹീമിനൊന്നും നോക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു നിന്നിരുന്നത്. എന്ത് ചെയ്യണം, എന്താണ് സംഭവിച്ചത് എന്നറിയാതെ റഹീമും പകച്ചു നിൽക്കുന്ന നിമിഷം. ഒരിക്കൽ പോലും ഒരച്ഛൻ ഒരു മകനെ കാണാൻ പാടില്ലാത്ത സാഹചര്യം. ഇടതും വലതുമായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കയ്യിൽ വിലങ്ങ്. സ്വന്തം അനുജനെ കൊന്നു നിൽക്കുന്ന, അനുജനെ മാത്രമല്ല സ്വന്തം ഉമ്മയെയും സ്വന്തം സഹോദരനെയും സ്വന്തം മകനെയും, റഹീം എന്ന വ്യക്തിയെ വളർത്തി വലുതാക്കി റഹീം എന്ന വ്യക്തിയെ എന്താണ് റഹീം എന്ന ചുറ്റിനും നിന്ന ആ ബന്ധുക്കളെ എല്ലാവരും കൊന്നടുക്കിയ സ്വന്തം ചോരയെ മുന്നിൽ കണ്ടു നിൽക്കുന്ന ആ നിമിഷം ഓർക്കുമ്പോൾ തന്നെ ഒരു മരവിപ്പാണ് മനസ്സിൽ തോന്നുന്നത്. അഫ്ഫാൻ ഇനി കാണില്ല എന്നും കാണണമെന്ന ആഗ്രഹമില്ലെന്നുമായിരുന്നു റഹീം നേരത്തെ പറഞ്ഞിരുന്നത്. കൂട്ടക്കൊലപാതകം നടന്ന ആ വീട്ടിലേക്ക് പോവാൻ കഴിയുന്നില്ല എന്നും റഹീം പറഞ്ഞിരുന്നു. ആശുപത്രി വിട്ട ഭാര്യ ഷെമിക്കൊപ്പം അഗതി മന്ദിരത്തിലാണ് റഹീം ഇപ്പോൾ താമസിക്കുന്നത്. കേസിന്റെ 3ാം ഘട്ട തെളിവെടുപ്പിനായാണ് അഫ്ഫാനെ ഇന്ന് വീട്ടിലെത്തിച്ചത്. വെഞ്ഞാറമൂട്ട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫ്ഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. അഫ്ഫാന്റെ സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകളിൽ പേരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. രാവിലെ 9:30യോടുകൂടി അഫ്ഫാനെ സ്റ്റേഷനിൽ നിന്ന് ആദ്യം കൊലപാതകം നടന്ന പേരുമേലയിലെ വീട്ടിലേക്ക് എത്തിച്ചു. വീട്ടിലേക്ക് കയറിയ രീതിയും കൊലപാതകം നടത്തിയതും എങ്ങനെയാണെന്ന് അഫ്ഫാൻ പ്രതികരിച്ചു. അഫ്ഫാനെയും കൂട്ടി വീട്ടിലെത്തിയപ്പോൾ താക്കോൽ കളഞ്ഞുപോയിരുന്നു. തുടർന്ന് മതിൽ ചാടി ടെറസ് വഴിയാണ് ഇരുവരും വീട്ടിനുള്ളിൽ പ്രവേശിച്ചത് എന്നാണ് അഫ്ഫാൻ പോലീസിനോട് പറഞ്ഞത്. ഈ അർഫാനെയും കൊണ്ടാണ് ഇയാൾ അഫ്ഫാൻ വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത്. അഫ്ഫാൻ പോലീസിനോട് കൃത്യമായി തന്നെ കാര്യങ്ങളൊക്കെ തന്നെ വിവരിച്ചു. വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം മാല പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്കാണ് പ്രതിയെ കൊണ്ടുപോയത്. കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കട, ATM, പെട്രോൾ പമ്പ്, ബാഗ് വാങ്ങിയ സ്റ്റേഷനറി കട എന്നിവിടങ്ങളിലും തെളിവെടുപ്പിനായി എത്തിച്ചു. ശേഷം അഫ്ഫാനെ തിരികെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. 3 കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ എത്രയും വേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അനുജൻ, കാമുകി, മുത്തശ്ശി, പിതൃ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവരെയാണ് അഫ്ഫാൻ കൊലപ്പെടുത്തിയത്. ക്യാൻസർ രോഗിയായ മാതാവിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. കൊലപാതകങ്ങൾ നടത്തിയിട്ടും ഒരു കൂസലുമില്ലാതെയാണ് അഫ്ഫാൻ ഇന്നും കാര്യങ്ങൾ പറഞ്ഞത്. ഫർസാനെ കൊലപ്പെടുത്തിയ രീതി ഒരു കൂസലുമില്ലാതെയാണ് അഫ്ഫാൻ വിവരിച്ചത്. അതിനുശേഷം കൃത്യമായി തന്നെ കാര്യങ്ങൾ മണി പോലെയാണ് പറഞ്ഞു നൽകിയത്. അഫ്ഫാനെ കാണണമെന്ന അമ്മയും വാശി പിടിക്കുകയാണ്. മകനെ ഒന്ന് ഇറക്കിവിടാമോ സാറേ എന്ന അലറി നിലവിളിക്കുന്ന ഈ ഉമ്മയാണ് കണ്ടത്. ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അഫ്ഫാനെ ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവരും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മകനെ ഒന്ന് കാണണമെന്ന ആവശ്യം കൃത്യമായി തന്നെയാണ് ഈ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മകനെ എനിക്ക് കാണേണ്ടതില്ല എന്ന ഈ അച്ഛനും റഹീമും പറഞ്ഞിരുന്നു. പക്ഷേ സ്വന്തം മകനാണല്ലോ, സ്വന്തം ചോരയാണല്ലോ, എത്ര വലിയ കൊലപാതകിയാണെങ്കിലും അവനെ ഒരു നോക്കു കാണണമെന്ന അച്ഛന് ആഗ്രഹമുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ കണ്ടത്. പക്ഷേ ഇന്ന് രാവിലെ അച്ഛൻ ഒരു വലിയ സന്തോഷ വാർത്ത എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. ഒരു വീട് എന്ന അച്ഛന്റെ ആഗ്രഹം, അല്ലെങ്കിൽ ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ ഒരു വീട് എന്നുള്ള ആഗ്രഹം സാധിക്കാൻ പോവുകയാണെന്ന് വ്യക്തമാവുകയാണ്. ഇന്ന് രാവിലെയാണ് 24-ലെ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന്റെ മോർണിംഗ് പരിപാടിയിൽ ഈ റഹീമിനെ കാണുകയുണ്ടായി. റഹീമിനെ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, വീട് വെക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട് ഞങ്ങൾ വെച്ചു തരാം, ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ആ വീടിന്റെ ഉള്ള പണി ആരംഭിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടാം, ഞങ്ങൾ പറയാമെന്നാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത്. സന്തോഷമുണ്ട് എന്നൊന്നും
ഒന്നും റഹീം പറഞ്ഞില്ല. കാരണം അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ഇനി എന്തിനാണ് ജീവിക്കുന്നതെന്ന ചോദ്യം പോലും അദ്ദേഹം പലരുടെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം നെഞ്ചത്ത് ഇത്രയും വലിയ ഭാരം വെച്ചുകൊണ്ട് എങ്ങനെ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ അഗതി മന്ദിരത്തിലാണ് ഇപ്പോൾ അവർ ഉള്ളത്. സ്വന്തം മകൻ, സ്വന്തം അമ്മയെയും സഹോദരനെയും മകനെയും ഒക്കെ തന്നെ കൊന്നു നിൽക്കുന്ന മകനാണ്. ഒരിക്കൽ പോലും ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ സിഗ്നലിൽ വെച്ച് മകനെ കൈവിലങ്ങിൽ കണ്ടപ്പോൾ സത്യത്തിൽ റഹീം ഒന്ന് പതറിപ്പോയി എന്ന് വേണം പറയാൻ. റഹീമിന്റെ നിലതെറ്റി നിൽക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു അച്ഛനും വരരുതേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇപ്പോഴും ഓരോ അച്ഛനമ്മമാർ പറയാറുണ്ട്, തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ തങ്ങളുടെ മക്കൾക്കൊന്നും സംഭവിക്കരുതേ, ആ ഒരു അവസ്ഥ തങ്ങളുടെ ഒരു അച്ഛനമ്മമാർക്കും വരരുതേ എന്നാണ് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നതെങ്കിൽ പോലും റഹീം ഇപ്പോൾ പറയുന്നത് മറ്റൊന്നാണ്. കാരണം ഈ ഒരു അവസ്ഥ ഒരു അച്ഛനും വരരുത് എന്നുള്ളതാണ്. കാരണം ഈ റഹീം എന്ന വ്യക്തി അനുഭവിക്കുന്ന പോലെയുള്ള മാനസിക വേദന നമ്മുടെ ഈ ലോകത്ത് മറ്റാരും അനുഭവിക്കുന്നില്ല എന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും. എല്ലാവർക്കും അവരുടെ വേദനകൾ സ്വന്തം തന്നെയാണ്, നമുക്കറിയാം. പക്ഷെ അപ്പോഴും റഹീം എന്ന വ്യക്തി അനുഭവിക്കുന്ന ഈ ഒരു വേദന അത് ആർക്കും അത് ഒന്ന് പകർന്നു നൽകാൻ പോലും അദ്ദേഹത്തിന് കഴിയുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം. എന്തായാലും അഫാൻ ഇനിയിപ്പോൾ ഒന്നും അറിയേണ്ടതില്ല, കൊന്നു, അവിടെ കാര്യങ്ങൾ കഴിഞ്ഞു. റഹീമിനെ പോലും ഒന്ന് നോക്കേണ്ട ആവശ്യകത അഫാന് വരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും തെളിവെടുപ്പിനായി 3 ദിവസമാണ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഷെമി കാര്യങ്ങൾ പറയുമോ ഇല്ലയോ എന്നുള്ളതാണ്. അഫാന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ അഫാൻ ഇന്ന് വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പാണ് പൂർത്തിയായത്. അഫാന്റെ സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകളിൽ പേരുമലയിലെ വീട്ടിലടക്കമാണ് ഇപ്പോൾ കേസ് നടത്തിയിരിക്കുന്നത്. അനുജൻ, കാമുകി, മുത്തശ്ശി, പിതൃ സഹോദരൻ, സഹോദരന്റെ ഭാര്യ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. ക്യാൻസർ രോഗിയായ മാതാവിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. അരുൺ കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു. അതേസമയം കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റത് എന്നാണ് അഫാന്റെ ഉമ്മ ഷെമി ഇപ്പോഴും ആവർത്തിക്കുന്നത്. അഫാനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാവുന്നതോടുകൂടി കൂട്ടക്കൊലപാതക കേസിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കും. ജനുവരി 24-നാണ് കനത്ത കടബാധ്യതയെ തുടർന്ന് അഫാൻ 5 ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത്. വയോജന കേന്ദ്രത്തിൽ സംരക്ഷണത്തിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയെ അന്വേഷണ സംഘം സന്ദർശിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ച കൂടി കഴിഞ്ഞ് മാത്രമേ ഷെമിയുടെ വിശദമായ മൊഴിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണ വ്യക്തമാക്കി.